പീക്കോ പീക്കോ പീക്കോച്ചു പറഞ്ഞേ. പീക്കോ 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 അല്ലടി പീക്ക പീക്ക പീക്കാച്ചു. പീക്ക പീക്ക പീക്കാച്ചു. അടിപൊളി അടിപൊളി. വലുതായിട്ട് എനിക്ക് എന്താവാൻ ആഗ്രഹം? ആരാവാൻ ആഗ്രഹം? പറ ആരാവാനാ? പപ്പടക്കുട്ടിക്ക് ആരാവാൻ ആഗ്രഹം? അല്ല എൻ്റെ തീരുമാനം എന്താ? കുട്ടീനെ കളിപ്പിച്ച് ഇങ്ങനെ കുത്തിരിക്കുക. എന്തമ്മ? ഞാൻ എന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. എന്താ പ്രധാനപ്പെട്ട കാര്യം? ഇപ്പം ഇങ്ങനെ ചെറുപ്പക്കാരനല്ലേ, ആ ഇപ്പം ഇങ്ങനെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയേണ്ടത് എന്താ വെച്ചാൽ, അമ്മേൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അമ്മ പറയണത് എന്ന് മനസ്സിലാക്കണം. ഈ ചാടി കളിക്കാൻ വരില്ലേ നമ്മളെ ബാലേട്ടല്ലേ, ചെറിയ മാമ, ചെറിയ മാമൻ്റെ ഭാര്യൻ്റെ ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ കല്യാണം കഴിച്ചു ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഓളിപ്പോൾ അതേമാതിരി ഡൈവേഴ്സായി നിൽക്കുകയാണ്. അപ്പോൾ ഇവളെ ഒഴിവാക്കണ്ട, അമ്മേൻ്റെ കുട്ടി അതിനെ കല്യാണം കഴിച്ചോ. 5 ചെറുപ്പല്ലേ, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ കാലാകാലിക്ക് അടുത്തല്ലേ കിടക്കുക. അമ്മ എന്താണ് അമ്മയെ പറഞ്ഞത്? അമ്മ എന്താ എവിടേക്ക് അമ്മയെ വണ്ടി വെച്ച് കയറാൻ? അതിന് മാത്രമുള്ള സൂക്കടും കാര്യങ്ങളൊന്നും പോക്കില്ലല്ലോ. അപ്പം ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മളിപ്പോൾ ഓളെ എവിടെ വെച്ചാൽ കൊണ്ടുപോയി നല്ലൊരു ട്രീറ്റ്മെൻറ്റിന് ഒന്നും കൂടി കൊണ്ടുപോകണം. അതമ്മ അമ്മ എന്താ അമ്മ എന്തൊക്കെ പറഞ്ഞു? അമ്മ എന്തൊക്കെ കാട് കയറി പറഞ്ഞ എന്തൊക്കെ? അതുകൊണ്ട് അമ്മ അമ്മ എന്തേ പറഞ്ഞെന്താ? അമ്മ പറയേണ്ടത് അനക്കും വേണ്ടിയിട്ടല്ല, അതൊക്കും വേണ്ടിയിട്ടല്ല. ഞാൻ ഇന്ന് തന്നെയാണ് പോയാൽ അനക്കൊരു തലയും പാലും വേണ്ടേ? എനിക്ക് തലയും മേലൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ മരിച്ചപ്പോൾ അമ്മ വേറെ കല്യാണം കഴിച്ചോ? ഞങ്ങൾ 2 മക്കളുണ്ട്. അമ്മ പറ, ഞാൻ ചോദിച്ചാൽ അമ്മ മറുപടി പറയും. കല്യാണം കഴിച്ചോ? ഇല്ല. ഇല്ലല്ലോ. ഈ പൈതലിന്റെ മുഖത്തേക്ക് അമ്മക്കാനെ പറയാൻ തോന്നുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് അറിയോ? ഈ പൈതലിനെ ഒന്ന് കുളിപ്പിക്കാൻ വരെ ഓളെക്കൊണ്ട് വയ്യ. എനിക്ക് പറ്റുമല്ലോ എന്റെ കുട്ടിനെ കുളിപ്പിക്കാൻ. ആൾക്ക് പണിക്ക് നിർത്തിനൊന്നും പോണ്ടേ? ഉണ്ടല്ലോ, ഞാൻ ജോലിക്ക് പോണ്ട്. നോക്കിയാൽ മതിയാ. അമ്മ അവർക്ക് ബുദ്ധിക്കൊന്നും പ്രശ്നമില്ല. അവൾക്ക് ചെറിയൊരു കയ്യിൽ കുഴച്ചിലൊരു കാലിന് ചെറിയൊരു എന്തെങ്കിലും മാത്രമേ ഉള്ളൂ. അതിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറും ചെയ്യും. എന്ന് ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരണമെന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. എന്തിനാ? അതിന്റെ കാര്യം എന്താണ് ഇവിടെ? അതിന്റെ കാര്യം ഇവിടെ പെരേലും ഓളിങ്ങനെ കിടക്ക. ഈ പെരയിലെ പണി മുഴുവൻ ഞാൻ ഒന്ന് ശബ്ദം കുറച്ച് പറയാം. അതാ റൂമിൽ കിടക്കുകയാണ്. എന്നോട് എന്ത് പറഞ്ഞാലും എനിക്കിപ്പോൾ അത് മനസ്സിലാവില്ല. ഒരു 2 കൊല്ലം കഴിഞ്ഞ് ആൾക്കാർ മനസ്സിലാവും. കാരണം ഈ ഭാരപ്പഞ്ച് താങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒന്ന് അമ്മത്ത് ഞാൻ ഭാരത് ആയിക്കോളാം. അമ്മ പൊന്നാര അമ്മ എന്നെ ഇതാക്കാൻ ഈ കാര്യത്തിൽ അമ്മ എന്നെ ഉപദേശിക്കരുത്. അമ്മ എന്ത് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, അതുപോലെ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ചെറിയ മാമ എന്നോട് പറയാൻ പറഞ്ഞു. ആ ചെറിയ മാമയുടെ ഉദ്ദേശം എനിക്കറിയാം. എന്താ ഉദ്ദേശം എന്നുള്ളത്? ചെറിയ മാമന്റെ അവിടെ ഒരു മുടക്കാച്ചർക്കായിട്ട് ഒന്ന് ഇരിക്കണതിനെ കെട്ടി ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരണം. അത് മുടക്കാച്ചേക്കൊന്നുമല്ല, നല്ലൊരു കുട്ടി. അതിന്റെ വായിൽ നാവുകൊണ്ടാണ് അത് ഡൈവേഴ്സ് ആയത്, അല്ലാണ്ടൊന്നുമല്ല. വായില നാവോണ്ടില്ല, ഓൻ ശരിയല്ലേ. എന്താണ് പൊന്നമ്മ, ഞാൻ പറഞ്ഞേ മരിക്കുന്നവരെ അവള് എന്റെ ഇത് ഇവള് മതി, എനിക്ക് രേഖ മതി. അല്ല ഒഴിവാക്കിയാലില്ലെങ്കിലും വേറെ ഞാൻ ചിന്തിക്കണം അമ്മ. അങ്ങനെ ചിന്തിക്കലമ്മ. അമ്മ പ്ലീസ്. എന്താ ചന്റെ ഇഷ്ടം പോലെ കണ്ടില്ല, ഞാൻ പറയാള് നമ്മളെ പെണ്ണ് വന്നേ. അമ്മ ഈ വക വർത്തമാനം മേലെ ഇങ്ങോട്ട് പറയാൻ നിൽക്കരുതുള്ള കാര്യം പറഞ്ഞു. ഇങ്ങടെ വന്ന് അമ്മ പറഞ്ഞു കേട്ടു. അത് അമ്മ അങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? എന്താ നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യുമോ? ഏയ് നോ 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 നോ, ഒരിക്കലുമില്ല, ഒരിക്കലും ചിന്തിക്കാം. കരയല്ലേ 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 കരയല്ലേ. എന്തിനാ കരയണ? ഏയ് നോ നോ നോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ അസുഖമൊക്കെ നമുക്ക് മാറ്റിയാൽ മാറുന്നുള്ളൂ. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി ഒറ്റപ്പാലം പോയപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞു? 1 വർഷം കൊണ്ട് മാറ്റി തരാമെന്നല്ലേ. ഇനിയിപ്പോൾ ദൈവം മാറ്റാൻ വെച്ചിട്ടില്ല വിചാരിക്കുക, ഈ മരണം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് തന്നെയാടാ. ഓക്കെ. കരയല്ലേ 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 കരയല്ലേ. വന്നേ വാ, നീച്ചു വന്നേ വാ. ഞാൻ ചോറ് നിങ്ങളുടെ കൊണ്ടുവരട്ടെ, ചോറ് കൊണ്ടുവരട്ടെ. അപ്പോൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഭക്ഷണത്തിൽ വരാം. ഓക്കെ, നല്ല മുള വെച്ചിരിക്കും.